ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ലൈഫിനെ ഇത്രയും സുന്ദരമാക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണല്ലോ. സ്ത്രീക്കായാലും പുരുഷനായാലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്, പ്രത്യേകിച്ചും ലൈംഗികതയിൽ. സ്ത്രീയും പുരുഷനും പരസ്പരം ഒരു ആകർഷണമുണ്ടല്ലോ, അവരറിയാതെ. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഈ ഒരു കാര്യത്തിന് പുരുഷനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണ്. ഒന്നുകിൽ ഒരു പുരുഷൻ്റെ സാന്നിധ്യം വേണം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് രീതിയിലെങ്കിലും ഒരു ബന്ധം വേണം. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ചില പ്രത്യേകതകളുണ്ട്, ചില പ്ലസ് പോയിൻ്റ് ഉണ്ട്, ചില മൈനസ് പോയിൻ്റ് ഉണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ സ്ത്രീയും പുരുഷനും ആകർഷിക്കുന്ന കാര്യം, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, ഓരോരുത്തരുടെയും. അപ്പോൾ അതിന് സാഹചര്യം, ആരോഗ്യം, മനസ്സിൻ്റെ സ്ഥിതി ഇതൊക്കെ അനുസരിച്ച് മാറ്റം വരും. ചിലർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സാന്നിധ്യം വേണം, എങ്കിൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. എന്നുവെച്ചാൽ അവർക്ക് ആ ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ തന്നെ ഇത് കൂടിയേ തീരൂ. കാരണം ഈ സമയത്ത് പൊതുവേ സ്ത്രീകളിൽ താൽക്കാലികമായിട്ടാണെങ്കിലും കുറച്ച് സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കിത് ഷെയർ ചെയ്യണമെങ്കിൽ മനസ്സുകൊണ്ട് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കണം. എന്നാൽ ഈ സമയത്ത് പുരുഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലവ് എനർജി അല്ല, കാമപരമായ ഒരു ഊർജ്ജമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒരു പുരുഷൻ മനസ്സിൽ കാണും. ഒന്നുകിൽ അതൊരു പങ്കാളിയായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ കാമുകനായിരിക്കും. എന്നുവെച്ചാൽ ഇവർക്ക് ഈ സ്നേഹത്തിൽ കൂടിയുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതിനോടൊരു പ്രത്യേക താല്പര്യമാണ്. ഈ സമയത്ത് സ്നേഹത്തോടു കൂടിയുള്ള ചില വാക്കുകൾ പുരുഷനെ വിളിക്കാറുണ്ട്. തന്നെയല്ല, ഈ സമയത്ത് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ചില സ്ത്രീകൾ എല്ലാ കാര്യത്തിനും പുരുഷനെ ആശ്രയിക്കുന്നവരാണ്. അവർക്ക് സ്വയം എന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവരാരെ സ്നേഹിച്ചാലും ആഴമേറിയ ഒരടുപ്പം കാണും, കെയറിങ് കാണും. എന്നുവെച്ചാൽ ഒരു സ്ത്രീ വളർന്നു വന്ന ചുറ്റുപാടുണ്ടല്ലോ, അവരുടെ സ്വഭാവത്തെയും അവരുടെ വിചാരങ്ങളെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ആകർഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ, അതെല്ലാവരിലും ഉണ്ട്. ഞാൻ ആ കാര്യമല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് പുരുഷനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് സ്വയംഭോഗത്തിനോട് താല്പര്യം കുറവായിരിക്കും. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരാളിൻ്റെ സാന്നിധ്യം ഇൻഡയറക്റ്റായിട്ടെങ്കിലും വേണം. എന്നുവെച്ചാൽ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ട്. അവരുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സംതൃപ്തിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ പങ്കാളിയോടുള്ള മനോഭാവം ഉണ്ടല്ലോ, വളരെ പ്രധാനമാണ്. അതിനകത്ത് അവർ സംതൃപ്തയാണെങ്കിൽ പൊതുവെ സന്തോഷമുള്ള ജീവിതമായിരിക്കും. ഇനി പങ്കാളി ഓക്കെ അല്ലെങ്കിൽ അവർ മറ്റൊരു പുരുഷനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് പുരുഷനോടായാലും അവർക്ക് സംസാരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന കേൾക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമാണ്. അവർക്കത് ആസ്വദിക്കാൻ പറ്റും. എന്നുവെച്ചാൽ പുരുഷൻ്റെ സാന്നിധ്യം അവർക്കൊരു ബോറിംഗ് അല്ല, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ അല്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്കത് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ലൈംഗികപരമായ കാര്യമാണെങ്കിലും തനിച്ച് ഒറ്റയ്ക്ക് എന്നൊരു ചിന്ത വരുന്നില്ല. കാരണം അവരുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും അതനുസരിച്ചാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറി ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് ശരീരത്തിൻ്റെ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധയുണ്ട്. എന്നുവെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ആകർഷണം കൂട്ടാനും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അവർക്കൊരു ആകർഷണം വേണം. അത് വെറുതെ ഒരു ആകർഷണം പോരാ, പുരുഷൻ നന്നായിട്ട് ഇഷ്ടപ്പെടണം. അതുപോലെ വസ്ത്രധാരണത്തിനകത്തൊരു പ്രത്യേക ശ്രദ്ധയുണ്ട്, ഒരുക്കത്തിനകത്തൊരു പ്രത്യേക ശ്രദ്ധയുണ്ട്. തന്നെയല്ല, ഈ ആകർഷണം കുറയ്ക്കുന്ന എന്തെങ്കിലും കാര്യം ശരീരത്തിന് സംഭവിച്ചാൽ ഒരു വല്ലാത്ത ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തെ പുകഴ്ത്തി കേൾക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പുരുഷനോട് ഇത്രയും താല്പര്യം കൂടുതൽ തോന്നാൻ കാരണം അവരുടെ ശാരീരിക മാനസിക പ്രവർത്തനമാണ്, പ്രത്യേകിച്ചും ചില ഹോർമോണുകളുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ പുരുഷനോട് തോന്നിയ ഒരു ഇഷ്ടമുണ്ടല്ലോ, ചില ദിവസം കൂടുതലായിരിക്കും. ആ സമയത്ത് എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ്, എങ്ങനെ വേണേലും ചെയ്യാൻ തയ്യാറാണ്. എന്നുവെച്ചാൽ നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ആനന്ദമാണ്. ചിലർക്കാണെങ്കിൽ വലിയ പരിപാടിയൊന്നും നടന്നില്ലെങ്കിൽ തന്നെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അവർക്ക് ഈ കാര്യത്തിൽ ഒരു പുരുഷൻ്റെ സാന്നിധ്യം വേണമെന്നൊന്നുമില്ല. എന്നാൽ പുരുഷനെ അവർക്ക് ഇഷ്ടമാണ്, ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ അമിതമായൊരു ഡിപ്പെൻഡൻസി ഇല്ല. തന്നെയല്ല, ലൈംഗികതയാണെങ്കിലും അവർക്ക് സ്വയം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പൂർണ്ണമായിട്ടും അവരതിനകത്ത് സംതൃപ്തരാണ്. എന്നാലിത് ചെയ്യണമെങ്കിൽ പുരുഷൻ കൂടിയേ തീരൂ എന്നൊരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ, അങ്ങനെയില്ല. പലർക്കും സാഹചര്യവശാൽ പങ്കാളിയോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. പക്ഷേ പൂർണ്ണ സംതൃപ്തി വേണമെങ്കിൽ അവർക്ക് തനിയെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ.
പൊതുവേ പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് അവർ പുരുഷനെ അമിതമായിട്ട് ആശ്രയിക്കാറില്ല. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ലൈംഗികതയിൽ ഒരു പുരുഷനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത അസംതൃപ്തി ഉണ്ടാകും, നിരാശ വരും. ഈ നിരാശ അവർ പല രീതിയിൽ പ്രകടിപ്പിക്കും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തെ അമിതമായിട്ട് ആശ്രയിക്കുമ്പോൾ അതിനകത്ത് നിരാശ വരാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതാ ഞാൻ ആദ്യം പറഞ്ഞ, ഇതിനകത്ത് പ്ലസ് പോയിൻറ്റും ഉണ്ട് മൈനസ് പോയിൻറ്റും ഉണ്ട്. എന്നാൽ കാര്യങ്ങളൊക്കെ സെറ്റാവുകയാണെങ്കിൽ ചെയ്യുന്നതിനകത്ത് ഒരുപാട് വെറൈറ്റി കണ്ടെത്താൻ പറ്റും. എന്നുവെച്ചാൽ രണ്ട് പേര് തമ്മിൽ ഒരു കാര്യം സംതൃപ്തിയോടെ ചെയ്യുമ്പോൾ നമുക്ക് എനർജി റിസീവ് ചെയ്യാൻ പറ്റും. കൂടുതലും ഈ ഊർജം പോകുന്നത് പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്കാണ്. അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ട് അവർക്കൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം അവരുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിൽ മനസ്സിൻ്റെ പ്രവർത്തനം കുറവായിരിക്കും, പക്ഷേ ശരീരത്തിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാണ്. എന്നുവെച്ചാൽ ഇതിനകത്തുള്ള ഫാൻറ്റസിയും ഭാവനയൊക്കെ പൊതുവെ കുറവായിരിക്കും. അവർക്ക് ഏറ്റവും പ്രധാനം അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ സാന്നിധ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. എന്നാൽ തനിയെ കാര്യങ്ങൾ ചെയ്യുന്നവരങ്ങനല്ല. അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമായിരിക്കും. അവർക്ക് അവരുടേതായ ഫാൻറ്റസി ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അവർ പുരുഷനെ ഇതിനകത്ത് അമിതമായിട്ട് ആശ്രയിക്കാത്തതുകൊണ്ട് കൂടുതൽ നിരാശയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രസ്ട്രേഷനും കുറവായിരിക്കും. അതുപോലെ സ്വയം അവരുടെ ശരീരത്തെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. എന്നാൽ ഇത് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതിവർക്ക് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ ഏത് രീതിയിൽ ലൈംഗികത ചെയ്താലും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് നമ്മുടെ ആരോഗ്യം, വളർന്നു വന്ന സാഹചര്യം, പിന്നെ പങ്കാളിയുടെ ചില രീതികൾ, ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിനകത്ത് ഹോർമോണിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം. പിന്നെ മാനസികമായ ആരോഗ്യം. ഇതിനകത്ത് നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് പ്രധാനം, പ്രത്യേകിച്ചും പങ്കാളികളുള്ളവരെ സംബന്ധിച്ച്. ഏതായാലും ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു രീതിയായിട്ടങ്ങ് കണ്ടീഷൻ ചെയ്യും. ആ രീതി കംഫർട്ടബിൾ ആണെന്ന് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. ഈ കാര്യത്തിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ലൈംഗികതയോട് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ പങ്കാളിയായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ ഏത് സാഹചര്യത്തിലാണ് ബന്ധപ്പെടാതിരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും ഇതിനകത്തൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തുന്നത്. ഇനി ഏത് രീതി ചെയ്താലും അതിനകത്തൊരു സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. ചിലരെ സംബന്ധിച്ച് അതിനകത്ത് നെഗറ്റീവ് സൈഡായിരിക്കും കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. ഇപ്പോൾ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് സൈഡായിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. ഇനി തനിയെ ചെയ്യുന്നവരാണെങ്കിലും ചിലരതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കും. അപ്പോൾ ഇതിനകത്ത് ഏത് രീതിയാണെങ്കിലും നമ്മുടെ മനസ്സ് അൺകണ്ടീഷണലായിട്ട് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് പ്രധാനം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.